ലവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാല് പഞ്ചസാര കഴിക്കാത്ത ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണ് പഞ്ചസാര എന്ന് നമ്മൾ വർണ്ണിക്കണ പോലെ ഇരിക്കും അല്ലെ? ആ ഒരു നമുക്ക് എത്രത്തോളം അതിനെ വർണ്ണിച്ചാലും ആ ഒരു ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ലവ്, സ്നേഹം. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഉം, നമുക്ക് ഇങ്ങനെയാണ് സ്നേഹം. ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ പേരൻസ്, അവരവരുടെ സൊസൈറ്റി, കൾച്ചർ, ഇതിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ലവ് ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് സ്നേഹം? ചിലപ്പോൾ ഹഗ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നൊരു തലോടുന്നതായിരിക്കാം, ചിലപ്പോൾ ഒന്ന് അസുഖമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ, കുറച്ച് വേദനയും പ്രയാസമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എന്താണ് സുഖമല്ലേ, എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു സമാധാനിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് ലവ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സ്നേഹത്തെ നമ്മൾ നിർവചിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും എന്താ പറയാ, ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കാണ് അതിൻ്റെ ഒരു മധുരം മനസ്സിലാവുകയുള്ളൂ. എങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മെഡിസിൻ ആണ് അല്ലെ? ശരിക്കും സ്നേഹത്തിലൂടെ പലതും ഹീൽ ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോൾ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള മെഡിസിൻ ആണ് സ്നേഹത്തിന്റെ. ഈ ലോകത്തെ ഏറ്റവും വലിയ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, സന്തോഷത്തിന്റെയോ ഇല്ലെങ്കിൽ വേറെ ഒന്നിന്റെയും അല്ല, സ്നേഹത്തിന്റെ വൈബ്രേഷൻ ആണ് എല്ലാത്തിന്റെയും മുകളിലുള്ള വൈബ്രേഷൻ. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. ആ ഒരു ഇമോഷൻ അതിൽ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ് സ്നേഹത്തിലായിട്ടിരിക്കുക എന്ന് പറയുന്നത്. ശരിക്കും സ്നേഹം എന്ന് പറയുന്നത് ഒരു സറണ്ടറൻസിലൂടെ എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ? നമുക്ക് ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സ്റ്റോറീസിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ നിന്ന് എത്ര സ്നേഹത്തോട് കൂടിയിട്ടായിരുന്നു പെരുമാറിയിരുന്നതെന്ന്. നമുക്ക് ആ ഓരോ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് നമ്മളിലും ആ ഒരു കൈൻഡ്നെസ്. ശരിക്കും സ്നേഹം എന്ന് പറയുന്നത് ചില സ്ഥലത്ത് ഒരു കാരുണ്യാണ് അല്ലേ? ചില നമുക്ക് മൃഗങ്ങളുടെ അടുത്തും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയുടെ അടുത്തും ഇല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളുടെ അടുത്തും നമ്മളുടെ മക്കളുടെ അടുത്തും ഒക്കെ തോന്നുന്ന ഒരു കാരുണ്യം, ചില സമയത്ത് സ്നേഹം ഒരു കാരുണ്യമായിട്ട് മാറും അല്ലേ? ഇപ്പോ പലപ്പോഴും പല ക്യാമ്പസുകളിലൊക്കെ ഉള്ള ഒരു പ്രണയമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ലവ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ ശരീരത്തിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ തോന്നുന്ന ഒരു തരം ഒരു കൗമാരമായിരിക്കും. ആ ഒരു അട്രാക്ഷൻ അപ്പുറമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു കൗമാരത്തിലും ഇല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ തോന്നുന്ന ഈ ഒരു പ്രണയം, ഇല്ലെങ്കിൽ ഇപ്പൊ മുതിർന്നവർക്കും തോന്നാം അവരുടെ ശരീരത്തിനോടും ഇല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളോടൊക്കെ ഇങ്ങനെ തോന്നുന്ന ഒരു പ്രണയം. ആ ഒരു പ്രണയം എന്ന് പറയുന്നത് ഇപ്പൊ ഫുട്ബോളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫുട്ബോളിന്റെ ഫാൻസ് ഒക്കെ മെസ്സിയുടെ ആ ഒരു ജേഴ്സി ഇട്ടിട്ട് ഞാനാണ് മെസ്സി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായിരിക്കും? ആ ഒരു രൂപത്തിലാണ് അത്. ഒരു എന്താ പറയാ, അതിന് യാതൊരു ഈ സ്നേഹവുമായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒരു പ്രണയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അത് എവിടെയും ഒരു അയലോക്കത്ത് എത്തില്ല എന്നുള്ളതാണ്. കാരണം അവിടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയാ, അവര് എന്നെ സ്നേഹിച്ചില്ല, ഇങ്ങനെ ഒരു ബിസിനസ് മോഡലാണ് അവിടെയൊക്കെ നടക്കുക. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കും. നമ്മളിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അതും സ്നേഹത്തിന്റെ പേരിലാണ്. അവരെന്നെ സ്നേഹിച്ചു, ഇപ്പൊ സ്നേഹിക്കുന്നില്ല, ഇല്ലെങ്കിൽ അത് വേറൊരാളെ സ്നേഹിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സ്നേഹത്തിന്റെ പുറത്ത് നടക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ എല്ലാ മനുഷ്യനിലും ഉണ്ടാവുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷനിലും, എല്ലാ പുരുഷനിലും ഉണ്ടാവുന്ന ഒരു കാരുണ്യം, സ്നേഹം. ഇത് ശരിക്കും ഈ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകം ഇത്ര മനോഹരമായിട്ട് നിലനിൽക്കുന്നത്. റബ്ബിന്റെ ഒരു സ്നേഹം, റബ്ബ് മറിഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു തആല എന്ത് ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നൂറിനെ പഠിച്ചു. ആ ഒരു നൂറിലൂടെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു നൂറിനെയാണ് ആദ്യമായിട്ട് പഠിച്ചത്. അപ്പൊ പ്രപഞ്ചം മൊത്തം പടയ്ക്കാനുള്ള കാരണമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ.
അപ്പൊ നമ്മൾ ഇസ്ലാമിക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മള് നമുക്കറിയാം നമ്മുടെ ശരീരത്തിനേക്കാൾ കൂടുതൽ നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നുള്ളത് അല്ലെ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് സ്നേഹിക്കേണ്ടത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹം കൊണ്ട് ഏഹ്, ഒന്ന് പടച്ചതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നൂറിനെ. ആ നൂറാണ് ഈ പ്രപഞ്ചത്തിലെ ആദ്യം, പിന്നെ പ്രപഞ്ചം മൊത്തം പടയ്ക്കാനുള്ള കാരണക്കാരനായിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആണ് പടച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിയായ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലെ. റബ്ബ് സുബ്ഹാനഹു തആല എന്ന് പറഞ്ഞ അള്ളാഹുവിനെ കഴിഞ്ഞാല്, അള്ളാഹു എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ട നാളത്തോളം അടുത്താണ്. നമുക്ക് എത്രത്തോളം നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ തെറ്റുകൾക്ക് ഒരു ഉമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ എത്രയോ ഇരട്ടിയാണ് റബ്ബിന്റെ സ്നേഹം അല്ലേ. ഒരു ഉമ്മ നമുക്ക് ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ ഉമ്മമാരുടെ സ്നേഹം, വാപ്പമാരുടെ സ്നേഹം ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നല്ല ഫെയ്ത്ത് ഒക്കെ ഉള്ള ആളുകൾ റബ്ബിന്റെ സ്നേഹമൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന, തങ്ങളെ ഒരുപാട് അറിയുന്ന ആളുകളൊക്കെ ആ ഒരു രീതിയിലും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു കാലെടുത്ത് വച്ചാല് 10 അടി ഇങ്ങോട്ട് വരും, അത്രയും ആയിരിക്കും. അപ്പോൾ റബ്ബിന്റെ അടുത്തേക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കൊക്കെ നമ്മൾ സ്വലാത്ത് കൊണ്ടും ദിക്ർ കൊണ്ടും ഒന്നൊന്ന് ശ്രമിച്ചാല് നമ്മളിലേക്ക് അതിലും ഒരുപാട് അടുത്തേക്ക് വരും. നമുക്ക് ഇപ്പൊ അങ്ങനെയുള്ള സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഇങ്ങനെ വായിച്ചിട്ടുണ്ടായി. കുറെ നാളുകളായിട്ട് നിസ്കാരം കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാതിരുന്ന ആള് പെട്ടെന്ന് ഒരു സ്നേഹം കൊണ്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ തുടങ്ങി. തഹജ്ജുദിന്റെ സമയമായപ്പോ ഒരു ദിവസം ഉറങ്ങിപ്പോയി. പക്ഷെ ബാങ്ക് വിളിക്കുന്ന കേട്ടിട്ട് എന്ത് ചെയ്ത് തഹജ്ജുദിന് എഴുന്നേറ്റ് നോക്കുമ്പോ ബാങ്കൊന്നും വിളിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് വീണ്ടും സുബഹിയുടെ ബാങ്ക് കൊടുക്കുക. അപ്പോൾ നമ്മള് അങ്ങനെ നമുക്ക് പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ ഒന്ന് സ്നേഹിക്കാൻ നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള നന്മകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ തരിക. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഒന്ന് ദുആ ചെയ്തപ്പോൾ റബ്ബ് എന്നെ നേർവഴിക്കാക്കണേ, എന്നില് എന്താ പറയാ റബ്ബ് ആ ഒരു ഇഷ്കിനെ നിറയ്ക്കണേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ഒരു ഇഷ്കിനെ നിറയ്ക്കണേ, അങ്ങനെയുള്ള ഒരു ദുആയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിലൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ടാവുക. ഇതുപോലെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് എടുത്താല് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഒരുപാട് അടുക്കും. ഒരു ദിവസം കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് സ്വലാത്തുകൾ ചെല്ലാന്, തങ്ങളെ കുറിച്ചുള്ള ആ ഒരു എന്താ പറയാ ആ സ്റ്റോറീസ്, ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് നമ്മുടെ ഈ ഒരു ലൈഫ് ഉണ്ടല്ലോ, ഈ ഒരു ലൈഫ് വളരെ എന്താ പറയാ പല രീതിയിലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാ കാര്യത്തിലും 100% കാര്യങ്ങളിലും നമുക്ക് റോൾ മോഡൽ ആക്കാൻ അങ്ങനെ ഒരു വ്യക്തിത്വം വേറെ ഭൂമി ലോകത്തില്ല. നമുക്ക് നമുക്ക് ചിലപ്പോ ഒക്കെ ഓരോരുത്തരെ ചിലപ്പോൾ റോൾ മോഡൽ ആക്കാൻ പറ്റുമായിരിക്കും. ഇപ്പൊ ഒരു കാര്യത്തില് ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്ന കാര്യത്തില്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഇന്ന ഒരു വ്യക്തിയെ നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റിയേക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഇതില് ഏറ്റവും ബെസ്റ്റ്, ഇതിലേറ്റവും ബെസ്റ്റ്, ഇതിലേറ്റവും ബെസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് അകവും പുറവും ഒക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തങ്ങളല്ലാതെ വേറെ ഒരാളില്ല. അപ്പോൾ അവിടത്തെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ഉള്ളില് ആ ഒരു നൂറ് കൊണ്ട് നമുക്കൊരു ഒരുപാട് ഗൈഡൻസ് കിട്ടും. അപ്പൊ നമ്മളിലെ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ചാല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് സുബ്ഹാനഹു തആലയോടുള്ള സ്നേഹവും. നമ്മളെപ്പോഴും വിചാരിക്കുക, പലരും വിചാരിക്കും എന്താ ഇതൊരു എന്താ പറയാ റബ്ബ് എന്ന് പറഞ്ഞാല് നമ്മൾ പലപ്പോഴും നമ്മുടെ ഉമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യില്ലേട്ടോ അള്ള ശിക്ഷിക്കും, ഇങ്ങനെ ചെയ്യില്ലേട്ടോ അള്ള ശിക്ഷിക്കും, അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യില്ലേട്ടോ അള്ള ശിക്ഷിക്കും, ഇങ്ങനെയായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്താൽ ശിക്ഷിക്കും, ഇങ്ങനെ ചെയ്താൽ ശിക്ഷിക്കും, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ റബ്ബിന് ഒരു പേടിയുള്ള ഒരു രൂപത്തിലായിരിക്കും. പക്ഷെ നമ്മളുടെ ഉമ്മയെയും വാപ്പേനേക്കാളും ഒക്കെ
അതിൽ 70,000 ഇരട്ടി സ്നേഹമുള്ളതാണ് നമ്മുടെ റബ്ബിന് നമ്മളോട്. ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഉമ്മ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു തീയിലിടുന്ന്? ഇല്ലല്ലോ. അതിലും എത്രയോ മടങ്ങ് സ്നേഹമാണ് നമ്മുടെ റബ്ബിന്. അപ്പൊ നമ്മളെ കൊണ്ടുപോയിട്ട് തീയിലിടുവോ? ഇല്ല. നമ്മള് അപ്പോ ഒരു കുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിക്കണോ അങ്ങനെയായിരിക്കും അവന് ഞാന്. ഏ അപ്പൊ നമ്മളായ മനുഷ്യര് എങ്ങനെയാണോ റബ്ബിനെ കുറിച്ച് വിചാരിക്കണേ, എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കൂട്ടോ, എന്റെ റബ്ബ് എന്നെ, ഞാനിപ്പോ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് പുറത്തു തരൂല, എന്നെ ഇങ്ങനെ ശിക്ഷിക്കും എന്നാണ് ഞാൻ വിചാരിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെയാണ് എന്റെ റബ്ബ്. കാരണം എന്റെ വിചാരം അങ്ങനെയാണ്. അപ്പൊ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഞാൻ എങ്ങനെയാണോ എന്റെ റബ്ബിനെ കുറിച്ച് വിചാരിക്കണേ അങ്ങനെയാണ് എനിക്ക് എന്റെ റബ്ബ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ആവണം റബ്ബ്? റബ്ബിന്റെ ഒരുപാട് അസ്മാഉൽ ഹുസ്നകൾ നമുക്കറിയാം. 99 നാമങ്ങള്. ഓരോ നാമങ്ങളിലും റബ്ബിന്റെ സവിശേഷതകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഹ്മാനാണ്, റഹീമാണ്, മലിക്കാണ്, ഖുദ്ദൂസാണ്, സലാമാണ്, വദൂദാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഓരോ വിശേഷണങ്ങളാണ്. ഇതുപോലെയൊക്കെ ഉള്ള റബ്ബ്, അതിൽ ഏറ്റവും കൂടുതൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ നീതിമാനായിട്ടുള്ള, ഇല്ലെങ്കിൽ സ്നേഹം മാത്രം തരുന്ന, കാരുണ്യം ചൊരിയുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. ആ ഒരു കാരുണ്യ കടലാണ് റബ്ബ്. നമ്മൾ എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മളെ ഒരുപാട് നെഗറ്റീവായ തരത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന ശ്വാസം റബ്ബ് നമുക്കിപ്പോ തന്നിട്ടല്ലേ. നമ്മളൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്നുണ്ടാവും, മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടാവും, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടാവും, നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്, എന്നിട്ട് അവരെനിക്കൊന്നും തന്നില്ലല്ലോ, ഇവരെനിക്കൊന്നും തന്നില്ലല്ലോ. ഇത് ആര് തന്ന കഴിവ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്? നമ്മുടെ മക്കളെ നോക്കാൻ റബ്ബ് നമുക്ക് കഴിവ് തന്നിട്ടല്ലേ നമുക്ക് നോക്കാൻ പറ്റിയത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ റബ്ബൊന്നും എന്നെ സഹായിച്ചിട്ടില്ല, ഞാൻ സ്വയമായിട്ട് എല്ലാ കാര്യം ചെയ്തതെന്ന്? നമുക്കറിയോ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് എന്താ? ഈ ഒരു പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം മാത്രമല്ലേ നമ്മുടെ അടുത്തുള്ളൂ. നമ്മുടെ കണ്ണുകളെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിമ്മാം, നമ്മളുടെ കാതുകളെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊത്തി വെക്കാം, അതുപോലെ നമ്മളുടെ മൂക്ക് അത് വേണമെങ്കിൽ ഒന്ന് പൊത്തി പിടിക്കാം, വായ കൊണ്ട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാതിരിക്കാം. ഇതിലൊക്കെ കൂടുതൽ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാതിരിക്കാൻ പറ്റുക? അതിലും പല കാര്യങ്ങള്, എന്താ പറയാ, ഇപ്പൊ ചെവി കൊണ്ട് നമ്മൾ അടച്ചു പിടിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ഒന്നും നിയന്ത്രിക്കാൻ പറ്റൂല. കുറെയൊക്കെ നമ്മൾ കേൾക്കും, അല്ലേ? കണ്ണുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്ക് എന്തിന്റെ നിയന്ത്രണാണ് ഉള്ളത്? നമ്മുടെ റൂഹ് എപ്പോഴാ പിടിക്കണേന്ന് നമുക്കറിയോ? എന്നിട്ട് റബ്ബ് തന്നിട്ടുള്ള ആ ഒരു ലൈഫ്, അതില് റബ്ബ് തന്നിട്ടുള്ള ആരോഗ്യം, ഊർജം, ഇതുകൊണ്ടൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം, അല്ലെ? ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് സേവനം ചെയ്യണം. ഈ സേവനം ചെയ്യണത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ കുട്ടിക്ക് ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ഈ കുട്ടിക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണത് എന്താ? അത് എന്റെയും കൂടി സന്തോഷമാണ്, അല്ലേ? അല്ലാതെ ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഞാൻ ബസ് ആക്കിയിട്ട് ഓഫീസിലേക്ക് വിട്ടു. ഭർത്താവ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് എൻ്റെ ഭർത്താവിനെ വിട്ടു. ഈ ഭർത്താവിനെ ഞാൻ സേവനം ചെയ്തത് ഭർത്താവിന് വേണ്ടിയിട്ട് മാത്രമാണോ? എൻ്റെയും കൂടി ആഗ്രഹമല്ലേ എൻ്റെ ഭർത്താവ് ഏറ്റവും നല്ല രീതിയിൽ പോവാന്നുള്ളത്, അല്ലേ? എനിക്കും കിട്ടുന്നില്ലേ അതിലൊരു സന്തോഷം? അപ്പൊ നമ്മള് ഈ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? അതിൽ നമുക്കും സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ ഭർത്താവിനെ വിട്ടു, ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ മക്കളെ നോക്കി, എന്നിട്ടൊക്കെ അവരെന്ത് ഇങ്ങനെ പറയണേ, ഇവരൊക്കെ എന്ത് ഇങ്ങനെ പറയണേ? ശരിക്കും അവരൊക്കെ അങ്ങനെ പറയുന്ന എന്തിനാന്ന് ചോദിച്ചാ മോളെ, നീ ഇനി റബ്ബിലേക്ക് നോക്ക്, അവിടുന്ന് പ്രതീക്ഷിക്ക് എന്ന അവരിലൂടെ റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതല്ലേ ശരിക്കും പറഞ്ഞാല്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരൊന്ന് നല്ലതാണെന്ന് പറഞ്ഞെങ്കില്, ഇവരൊന്ന് നല്ലതാണെന്ന് പറഞ്ഞെങ്കില്, ഇല്ലെങ്കിൽ ഇപ്പൊ നീ എന്തൊക്കെ ചെയ്യണ്ട്, നീ ഭയങ്കര അടിപൊളിയാണെന്ന് അവരൊന്ന് പറഞ്ഞെങ്കിൽ, ഇവരൊന്ന് പറഞ്ഞെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ. അപ്പൊ ആരും ഒന്നും പറയാതെ ഇരിക്കുമ്പോ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും.
ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയാതെ ഇരിക്കുന്നത് പോയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അവരൊന്ന് കുറ്റപ്പെടുത്തും കൂടി ചെയ്യും. ഇതെന്തെന്നാ, നമ്മളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു കറിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മക്കളെ ചിലപ്പോൾ നോക്കാതെ ഇരുന്നിട്ട് നമ്മൾ അത്രയും നേരം ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒന്നൊരു ശ്രദ്ധ മാറുമ്പോഴത്തേക്കും ചിലപ്പോൾ പോയിട്ട് വീണിട്ടുണ്ടാവും. അപ്പൊ നിനക്ക് മക്കളെ ഒന്നും നോക്കാൻ അറിയില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മള് വിചാരിക്കും അപ്പൊ നമുക്ക് വിഷമം വരാം, ടെൻഷൻ വരാം. ഓ, ഞാൻ ഇത്രയും നോക്കിയിട്ട് അതൊന്നും കണ്ടിട്ടില്ല, ഇപ്പൊ ഞാനൊന്ന് നോക്കാതിരുന്നാണ് കണ്ടത്. അപ്പൊ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് എങ്ങനെയാ? ഞാന് ആ ഒരു വിഷമം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് എങ്ങനെയാ? ഞാന് എപ്പോഴോ ഇവരെ കൂടി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു, അതുകൊണ്ടല്ലേ ഇവരിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അതിൽ ഫീൽ ആയത്, അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ എൻ്റെ ഭർത്താവ് എന്താ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുത്ത്, ഉം, കുളിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ഫുഡ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത്. പക്ഷെ ഒരു ഡ്രസ്സ് എന്ത് ചെയ്തിട്ടില്ല, തേക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് നമ്മൾ തേക്കുന്നുള്ളൂ, സമയം ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ വിചാരിക്കാണ്, അപ്പൊ നമ്മൾ വിചാരിക്കാണ്, ഇതിപ്പോ എന്താ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഈ ഡ്രസ്സ് ഇപ്പൊ തേച്ച് കഴിയും, അതിന് ഇങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട കാര്യം എന്തിരിക്കണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ നിനക്കിപ്പോ എന്താ പണിയെന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. നമ്മൾ വിചാരിക്കും ഞാനിവിടെ ചെയ്യുന്ന പണിക്കൊന്നും ഒരു വിലയില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ നമ്മൾ പിന്നെ ആ ഒരു ദിവസം മൊത്തം അതായിരിക്കും നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, പിന്നെ ഒന്നിനും മൂടുണ്ടാവില്ല, അങ്ങനെയായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാന് രാവിലെ മുതൽ ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തത്, എൻ്റെ ഭർത്താവിന് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തത് റബ്ബിന് വേണ്ടിയിട്ടായിരുന്നെങ്കിലോ, ആ റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചിട്ടായിരുന്നെങ്കിലോ, അപ്പൊ എന്റെ ഭർത്താവ് നീ നല്ലതാണ് ചെയ്തത് മോളെ, നീ നല്ലതല്ല ചെയ്തത്, ഇതൊന്നും പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. നല്ലതാണെന്ന് പറഞ്ഞാല് അൽഹംദുലില്ലാ, ഒരു സന്തോഷം. നമുക്ക് എല്ലാവർക്കും അംഗീകാരം വേണം. അംഗീകാരം വേണ്ട എന്നൊന്നുമല്ല, നമുക്ക് അത് നല്ലതാണ്. പ്രശംസ, അംഗീകാരം, മനുഷ്യൻ എന്ന് പറയുന്ന ഏഹ്, ഒരു എന്താ പറയാ, സാമൂഹിക ജീവിയാണ്. അപ്പൊ അവനക്ക് പുറത്തുനിന്നുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അത് അവര് തരട്ടെ, എൻ്റെ ഭർത്താവ് തരട്ടെ, എൻ്റെ മക്കള് തരട്ടെ, എൻ്റെ മാതാപിതാക്കൾ തരട്ടെ, എൻ്റെ അമ്മായിമ്മ തരട്ടെ. അങ്ങനെ നമ്മുടെ ഭർത്താവിന്റെ മാതാപിതാക്കളിൽ നിന്നും, അതുപോലെയുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരിലേക്കൊക്കെ അവരാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടത്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരെന്നെ സന്തോഷിപ്പിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ സെഷൻ എടുക്കുകയാണ്, ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഓരോരുത്തരും എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ, നല്ല ക്ലാസ് ആയിരുന്നു മാം, അത് അടിപൊളിയായിരുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടോ, ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടിയ, ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയണം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചോ. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ആരും ഒരു ഫീഡ്ബാക്കും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അവിടെ വിഷമായി. അപ്പൊ ഞാൻ എന്തായിരിക്കും ചിന്തിക്കണ്ടേ? ഞാൻ എൻ്റെ റബ്ബിനെ ഫോക്കസ് ചെയ്തിട്ടല്ല ചെയ്തത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു ഫീഡ്ബാക്ക്, സംഭവം നല്ല അടിപൊളിയായിരുന്നു, ഇത് ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞാലോ, ഓക്കെ അൽഹംദുലില്ലാ, സന്തോഷാണ്. പക്ഷെ എന്താണ്, അതിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇമോഷൻസ് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സ്നേഹമൊക്കെ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉള്ള ഒരു മുതൽക്കൂട്ടാണ്. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന ആമാലകള്, നമ്മൾ നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് മുതൽ കിച്ചണില്, മക്കളുടെ കാര്യങ്ങളില്, ഭർത്താവിന്റെ കാര്യങ്ങളില്, വീട്ടിലെ കാര്യങ്ങളില്, അതുപോലെ ഒരുപാട് ടൈം നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് കൂലി മേടിക്കാൻ ഒരുപാട് സാധ്യതകളാണ്. പക്ഷെ അവിടെയൊക്കെ എന്താ ചെയ്യാ, നേരം വെളുത്ത മുതൽ തുടങ്ങും ഈ ജോലി കാര്യങ്ങള്, രാത്രി ആകുന്നോടം വരെ ഇത് തന്നെ. അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ നമുക്ക് അവിടെ കൂലി കിട്ടുമോ? കൂലി കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരം, ഓ ഞാൻ ഇത് ചെയ്ത് എൻ്റെ കൈ ഒരഞ്ഞു തീർന്ന്, ഞാൻ അത് ചെയ്ത് എൻ്റെ കാല് വേദനയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്,
ഇത് ഇങ്ങനത്തെ ഓരോ പരാതികൾ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഓരോ സെൽസും ഇതാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ഒരാരോഗ്യം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആർക്കോ വേണ്ടി കഷ്ടപ്പെട്ട് എന്താ പറയാ, ഭയങ്കര ഇടങ്ങേറായിട്ട് ഓരോ ജോലികളൊക്കെ ചെയ്തു തീർക്കാം. ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡാവും. പിന്നെ നമുക്ക് ഒന്നിനും പറ്റില്ല, വെട്ടിയിട്ട വാഴ പോലെ വല്ലയിടത്തും കിടക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മളുടെ നെയ്യത്ത് നന്നാക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കി. അപ്പോൾ നമുക്ക് ഒരുപാട് എന്തായിരിക്കും, അപ്പൊ നമുക്ക് ആ ഒരു അങ്ങനെ നെയ്യത്ത് നന്നാക്കിയാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കൂലിയാണ്. അപ്പോ ഇങ്ങനെ സംസാരിച്ചാൽ ഒരുപാട് സംസാരിച്ച് പോകും. എനിക്ക് 3 മണിക്ക് വേറൊരു സെഷൻ ഉണ്ട്. അപ്പൊ ഇൻഷാല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എനിക്ക് നിർത്താനൊന്നും തോന്നില്ല ശരിക്കും പറഞ്ഞാല്. ഈ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോവാം, പക്ഷെ ക്ലാസ് മിസ്സായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെറിയൊരു മെഡിറ്റേഷൻ തന്നിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. എനിക്ക് സെഷനിൽ ജോയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?